ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് കമ്പാരിസൺ എയർപോഡ്സ് പ്രോ 3 പിന്നെ എയർപോഡ്സ് പ്രോ 2യുടെ. സോ ഇത് ഈ രണ്ടിൻ്റെ മൈക്കിൻ്റെ നമ്മൾ ലൈവ് ടെസ്റ്റ് ചെയ്യും വെളിയിൽ പോയിട്ട്. സോ ഡിഫറെൻറ്റ് സിനാരിയോസിൽ ഇത് യൂസ് ചെയ്ത് നോക്കും. സോ ബേസിക്കലി നിങ്ങൾക്ക് 3 സൗണ്ട് കേൾക്കാൻ പറ്റും. ഒരെണ്ണം എയർപോഡ്സ് പ്രോ 3യുടെ, പിന്നെ എയർപോഡ്സ് പ്രോ 2യുടെ, അത് കഴിഞ്ഞ് ആക്ച്വൽ സൗണ്ട്. സോ നമ്മളുടെ ഫോൺ നമ്മൾക്ക് അലൗ ചെയ്യും നമ്മളുടെ സൗണ്ട് സോഴ്സിൽ ജമ്പ് ചെയ്യാനായിട്ട്. സോ ഞാൻ 3ലും ജമ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഇതിൻ്റെ സൗണ്ടും എത്ര ഡിഫറെൻ്റ് ആണ്, ഇത് മൈക്ക് എത്ര നല്ലതാണ് നോയ്സ് ക്യാൻസലേഷൻ പിന്നെ നിങ്ങളുടെ സൗണ്ട് പിടിക്കാനായിട്ട്. സോ ഇപ്പം നമ്മൾ ടെസ്റ്റ് വീഡിയോസ് നോക്കാം. അത് നോക്കി കഴിഞ്ഞിട്ട് ഇനിയും സംസാരിക്കാം. എന്നപ്പോൾ സൗണ്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ. ഇപ്പം കേൾക്കുന്ന സൗണ്ട് എയർപോഡ്സ് പ്രോ 3യുടെ ആണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ എക്സാക്ട്ലി കേൾക്കാൻ പറ്റുന്നു. ഇപ്പം നമ്മൾ 3 ഷിഫ്റ്റ് ആക്കിയിട്ട് 2ലേക്ക് പോകാം. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ തുറന്ന് വെച്ചാൽ. ഇപ്പം കേൾക്കുന്ന എൻറ്റയർ സൗണ്ട് നമ്മളുടെ എയർപോഡ്സ് പ്രോ 3 വരുന്നത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. ഇപ്പം നമ്മൾ എയർപോഡ്സ് പ്രോ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം കേൾക്കുന്ന സൗണ്ട് എയർപോഡ്സ് പ്രോ 2യുടെ ആണ്. ഈ സിനാരിയോയിൽ നമ്മളുടെ ഇയർഫോൺസിന്റെ മൈക്ക് ആക്ച്വലി ഹെൽമെറ്റിന്റെ അകത്താണ്. അത് കാരണം നമ്മൾക്ക് വെളിയിലത്തെ ഒച്ച അത്രയൊക്കെ കേൾക്കുന്നില്ലായിരിക്കും. പിന്നെ വിൻഡിന്റെ ഇപ്പം പ്രോബ്ലം ഇല്ല, കാരണം മൈക്ക് നമ്മളുടെ ഹെൽമെറ്റ് തന്നെ ബ്ലോക്ക് ചെയ്യുവാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി പറ്റുന്നു. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ ക്ലോസ്ഡ് ആക്കി വെച്ചാൽ. ഇത് ക്ലോസ്ഡ് ഹെൽമെറ്റ് സിനാരിയോ ആണ്. ഈ സിനാരിയോയിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് എയർപോഡ്സ് പ്രോ 3 ആണ്. ഇത് ഇപ്പം കേട്ട എല്ലാ സൗണ്ട് എയർപോഡ്സ് പ്രോ 3യുടെ ആയിരുന്നു. ഇപ്പം നമ്മൾ എയർപോഡ്സ് പ്രോ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ. ഇപ്പം കേൾക്കുന്ന ഒച്ച എയർപോഡ്സ് പ്രോ 3 ആണ്. സോ ഞാനിപ്പം ഇത് പ്രോ 2ൽ ഷിഫ്റ്റ് ചെയ്യാം. സോ ഇതാണ് പ്രോ 2യുടെ സൗണ്ട്. സോ പ്രോ 2യുടെ മൈക്ക് പ്രോ 3നെ പോലെ അത്ര നല്ല എല്ലായിരുന്നു. എനിക്കറിയത്തില്ല ഇപ്പം എങ്ങനെയാണ്. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ട്രാഫിക്കിലാണെങ്കിൽ. ഇപ്പം ഞാൻ എയർപോഡ്സ് പ്രോ 3 യൂസ് ചെയ്യുവാണ്. 3യുടെ സൗണ്ട് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ എയർപോഡ്സ് പ്രോ 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് എയർപോഡ്സ് പ്രോ 2യുടെ സൗണ്ട്. ഇപ്പം കുറച്ചൊക്കെ ട്രാഫിക് ഉണ്ട് ആക്ച്വലി. ഇപ്പുറത്തുണ്ട്, പിന്നെ ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഉറപ്പാവരും. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒരു ആർക്കേഡിലാണെങ്കിൽ. ഞാനിപ്പം എയർപോഡ്സ് പ്രോ 3യുടെ മൈക്ക് യൂസ് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ എയർപോഡ്സ് പ്രോ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് എയർപോഡ്സ് പ്രോ 2യുടെ സൗണ്ട്. രണ്ടിലും കുറച്ചൊക്കെ ഡിഫറൻസ് കാണും, പക്ഷെ ഒരു കാര്യം സിമിലർ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന കാരണമാണ് എൻ്റെ ഒച്ച ഇത് എത്ര പിടിക്കുന്നു. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു ഫുഡ് കോർട്ടിലാണെങ്കിൽ. ഞാനിപ്പം എയർപോഡ്സ് പ്രോ 3യുടെ മൈക്ക് യൂസ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ എയർപോഡ്സ് പ്രോ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ ഇതാണ് എയർപോഡ്സ് പ്രോ 2യുടെ സൗണ്ട്.
ഇപ്പം നിങ്ങൾക്ക് അത്ര ഡിഫറൻസ് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ഡിഫറൻസ് നോക്കണമെങ്കിൽ, പിടി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇയർഫോൺ ഇട്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബെറ്റർ മനസ്സിലാവും. സോ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, ഇപ്പം സ്വയം ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് മൈക്കിൻ്റെ സൗണ്ടാണ് ഇഷ്ടപ്പെട്ടത്. സോ ബേസിക്കലി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം എനിക്ക് അത്ര ഡിഫറൻസ് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. സോ ഞാൻ ഇയർഫോൺ ഇട്ടിട്ട് നല്ലപോലെ കേട്ടപ്പോഴാണ് രണ്ട് ഡിഫറൻസ് എനിക്ക് കണ്ടത്. സോ ഒരെണ്ണം നമ്മളുടെ എയർപോഡ്സ് പ്രോ 3യിൽ നമ്മളുടെ വോക്കൽസിൽ കുറച്ച് കൂടുതൽ എംഫസൈസ് ആണ്, നമ്മൾ സംസാരിക്കുന്ന ഒച്ചയിൽ കുറച്ച് ക്ലിയാരിറ്റി കൂടുതലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, എസ്പെഷ്യലി ട്രാഫിക്കൊക്കെ സൗണ്ടൊക്കെ വരുമ്പം, ഹോണിൻ്റെ ഒക്കെ സൗണ്ട് വരുമ്പം എയർപോഡ്സ് പ്രോ 3 അതിനെ ഇനിയും കുറച്ച് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യും. അതല്ലാതെ വേറെ എനിക്ക് ഇതിൽ ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. സോ നിങ്ങൾ എയർപോഡ്സ് പ്രോ 2ന്ന് 3യിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ, അതും ഫോൺ കോളിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത്ര വലിയ ഒരു ഡിഫറൻസ് ഇല്ല. പിന്നെ 26,000 കൊടുത്തിട്ട് ഇങ്ങനെ എയർപോഡ്സ് പ്രോ 3 എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പുതിയ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. 2ൽ ബെറ്റർ ആണ്, പക്ഷേ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അത്ര ഒരു ഡിഫറൻസ് ഞാൻ കണ്ടില്ല. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.